ഹായ് കൂട്ടുകാരെ, ഞാനിന്ന് വന്നിരിക്കുന്നത് ഇപ്പം നമ്മൾ തലേദിവസമുള്ള ചോറ് ഇപ്പം ഉണ്ടാക്കിയ ചോറ് പോലെ ഇരിക്കുന്ന എങ്ങനെയാണെന്ന് കാണിക്കാനാണ്. അതായത് നമ്മൾ സ്കൂളിൽ പോകുന്ന കുട്ടികളെ അല്ലെങ്കിൽ ഓഫീസിൽ തിരക്കിട്ട് പോകുന്നവരെ അവർക്കൊക്കെ എളുപ്പം ചെയ്യാവുന്ന പണിയാണിത്. ഇത് തലേദിവസത്തെ ചോറുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അതൊന്ന് വൃത്തിയായിട്ടൊന്ന് കഴുകി അതിൻ്റെ വെള്ളം ഒന്ന് കളയുക. അത് കഴിഞ്ഞ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് പിഴിഞ്ഞ് അതായത് ഇറുക പിഴിഞ്ഞെടുക്കുക. ഈ ചോറ് നമുക്ക് ഒരു ദിവസം ഇരുന്നാൽ പോലും രാവിലെ നമ്മൾ എടുത്ത് വെക്കുന്ന ചോറ് വൈകുന്നേരം വരെ ഒരു കുഴപ്പമില്ല, പിറ്റേ ദിവസവും ഒരു കേടും ഇല്ലാതെ തന്നെ ഇരിക്കും. ഞാനീ പറയുന്ന പോലെ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം. അതായത് നമ്മൾ ആ ചോറ് വെള്ളത്തിൽ നിന്ന് പിഴിഞ്ഞ് ഇറുക പിഴിഞ്ഞ് കുക്കറിനകത്തിട്ട് ഇട്ടിട്ട് അത് ഈ ചോറ് ഫ്രിഡ്ജിൽ വെച്ച ചോറ് വേണമെങ്കിലും എടുക്കാം, അല്ലെങ്കിൽ നമ്മൾ പുറത്തിരിക്കുന്ന ചോറാണെങ്കിലും എടുക്കാം. ഇപ്പം ഫ്രിഡ്ജിലൊക്കെ വെക്കുന്നത് അഴുക്കാണല്ലോ. അപ്പോൾ തലേദിവസം ഇരിക്കുന്ന ചോറ് പിറ്റേ ദിവസം രാവിലെ ചിലപ്പം അഴുക്കാകത്തൊന്നുമില്ല. വലിയ ചൂടൊന്നും ഇല്ലെങ്കിൽ ഈ കാലാവസ്ഥയിലാണെങ്കിൽ നല്ലതായിട്ടിരുന്നോളും. ഇതിനകത്തോട്ട് നമ്മൾ ഇത്രയും 1/4 ഗ്ലാസ് വെള്ളമാണ് ഈ കുക്കറിനകത്തോട്ട് നമ്മൾ ഒഴിക്കേണ്ടത്. 1/4 ഗ്ലാസ് വെള്ളം. പക്ഷേ നമുക്ക് ഇറുക പിഴിവാണെങ്കിൽ ഇത്രയും 1/4 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഒരുമാതിരി വെള്ളമയത്തോടു കൂടി എടുക്കുകയാണെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് ഒരു വിസിലടിക്കുക. ഒരു വിസിലടിച്ച ശേഷം നമുക്ക് ഉടനെ തന്നെ ഇതിൻ്റെ എയർ അങ്ങ് കളയുക. അതിൻ്റെ എയർ കളഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്ന് വെക്കണം. തുറന്ന് കുറച്ച് ഇതിൻ്റെ മൂടി മാറ്റി ഇതിൻ്റെ ആവിയൊന്ന് പോകാൻ വേണ്ടി മാറ്റി വെക്കണം. മാറ്റി വെച്ചിട്ട് നമുക്ക് അത് കഴിയുമ്പോഴത്തേക്ക് ഈ ചോറ് നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് ചോറ് കൊണ്ടുവന്ന് ടിഫിൻ ബോക്സിലാക്കി കൊടുക്കുകയൊക്കെ ചെയ്യാം. അപ്പം നിങ്ങളിങ്ങനെയൊന്ന് പരീക്ഷിച്ച് നോക്കണം. നല്ല പുത്തൻ പോലെ ഇരിക്കും ചോറ്. നിങ്ങൾ എളുപ്പം നമുക്ക് ചോറ് വെച്ചില്ലെങ്കിൽ തലേദിവസം ചോറ് ഇരിപ്പുണ്ടെങ്കിൽ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ എളുപ്പം നമുക്ക് പുതിയ ചോറ് കൊണ്ടുപോകുന്ന പോലെ തന്നെ കൊണ്ടുപോകാം. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.